നമ്മളുടെ ബോർഡുണ്ട്, നമ്മുടെ കുടയുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെയായിരിക്കില്ല ഉണ്ടാവുക. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, എല്ലാം അല്ലാഹു നമുക്ക് നൽകിയതാണ്. നല്ല ജീവിതമാണ് സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലോകം കാണണമെന്ന് ആഗ്രഹിക്കുകയും ലോകത്തുള്ളവരെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് കാണാൻ കഴിവില്ലാതെ കണ്ണിന് കാഴ്ചയില്ലാത്ത എത്രയോ കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. കോളേജ് ക്യാമ്പസിൽ 2 കൊല്ലം മുമ്പ് കണ്ട ഒരു കൂട്ടുകാരൻ നമ്മുടെ ശബ്ദം കേട്ടാൽ 2 കൊല്ലം കഴിഞ്ഞ് കാഞ്ഞങ്ങാട് വെച്ചോ കോഴിക്കോട് പട്ടണത്തിൽ വെച്ചോ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കാറുണ്ട്, ജാബിറല്ലേ, ജൗഹറല്ലേ, അബ്ദുറഹീമല്ലേ? നോക്കൂ നിങ്ങൾ, അവനെ കാണാൻ കഴിവില്ലാത്തത് കൊണ്ട് അവൻ വിതുമ്പും, പക്ഷേ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. കാരണം കണ്ണിന് പകരം ഉൾക്കാഴ്ചക്ക് അകക്കണ്ണ് തന്നവനാണ് അള്ളാഹു. ആ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതിരുന്നുവെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ആരോരുമില്ലാതെ ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു തെരുവിൽ ജനിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, സൃഷ്ടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ അനാഥരാകുമായിരുന്നു. പക്ഷേ അള്ളാഹു നമ്മൾ ഈ 2 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ ഓരത്ത് നല്ല മക്കളെ കാണാൻ, നന്നായ മക്കളെ കാണാൻ, നല്ല കുട്ടികളെ കാണാൻ, നല്ല ഡോക്ടറാകുന്നവനെ കാണാൻ, നല്ല എഞ്ചിനീയർ ആവുന്നവനെ കാണാൻ, നല്ല നഴ്സിങ്ങിന് പഠിക്കുന്ന നല്ല കുട്ടിയെ കാണാൻ മാതാപിതാക്കൾ അവിടെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന കൈകളിലേക്ക് നമ്മൾ ആനന്ദത്തോടു കൂടി കടന്നെത്തുന്നത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടാണ്. ഫീസ് അടക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പച്ചക്കറി കച്ചവടത്തിന് പോയതിൻ്റെ പേരിൽ നമ്മളുടെ ഒന്നും പാഠശാലയിലെത്താൻ കഴിയാത്ത കുട്ടികളുണ്ടാകുമ്പോൾ ഫീസ് അടക്കാൻ ഉപ്പയുടെ കീശയിൽ, അച്ഛൻ്റെ കീശയിൽ പണം നൽകിയവനായ അള്ളാഹുവേ, നിന്നെ ഞങ്ങൾ മറക്കുകയില്ല, മറക്കാൻ നമുക്ക് പാടില്ല. പഠിക്കാൻ കഴിയാതെ പഠിക്കുന്ന സെന്റൻസുകൾ പഠിച്ചു നോക്കിയിട്ട് ഓർമ്മയിൽ നിൽക്കാതെ, ഓർമ്മയിലുള്ള കാര്യം നല്ല അക്ഷരത്തോടുകൂടെ എഴുതാൻ കഴിയാത്തതിൻ്റെ പേരിൽ പരീക്ഷയിൽ തോറ്റുപോയി, ടെസ്റ്റിങ്ങിൽ പരാജയപ്പെട്ട് ഈ സ്ഥിതി എത്താൻ കഴിയാത്ത ആയിരക്കണക്കിന് കുട്ടികൾ നാട്ടിലുണ്ടാകുമ്പോൾ പ്രമുഖമായ ഒരുപാട് സ്ഥാപനത്തിലേക്ക് നാഥാ, നീയാണ് ഞങ്ങളെ കോഴ്സുകൾക്ക് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾ വളരുമ്പോൾ സാമൂഹ്യബോധമുള്ള ഡോക്ടർമാരാകും, സാമൂഹ്യബോധമുള്ള എഞ്ചിനീയർമാരാകും. നിന്നെ മറക്കാത്ത, നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന, ഉറങ്ങുമ്പോൾ ഓർക്കുന്ന, ഉണരുമ്പോൾ ഓർക്കുന്ന, ഭക്ഷണം കഴിക്കുമ്പോൾ ഓർക്കുന്ന, വാഹനത്തിൽ കയറുമ്പോൾ ഓർക്കുന്ന, ട്രെയിനിൽ കയറുമ്പോൾ ഓർക്കുന്ന, ഇറങ്ങുമ്പോൾ ഓർക്കുന്ന വിദ്യാർത്ഥിയായി റബ്ബേ ഞങ്ങൾ മാറുമെന്ന് പടച്ച തമ്പുരാനോട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുക. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ബസ്സിന് കൊടുക്കുന്ന പണം കോളേജിലേക്ക് പോകുമ്പോൾ, കോളേജിലെത്തി വിശന്ന് വയറ് പൊരിഞ്ഞപ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. പകരം ബസ്സിന് കയറാൻ പണമില്ലാതിരുന്നപ്പോൾ നടന്നുപോയ സഹോദരൻ 12 കിലോമീറ്റർ നടന്നു വഴിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു. പ്രിയപ്പെട്ടവരെ, സ്ഥിതിയില്ല, പണമുണ്ട്, നമുക്ക് പണമേറിയതിൻ്റെ ബുദ്ധിമുട്ട് പ്രൊഫ്കോണിലിരിക്കുന്ന ഒരൊറ്റ കുട്ടിക്കും ഉണ്ടാകരുത്. നമ്മളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് നമുക്ക് നമ്മളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ്. അതിനാൽ ഇതെല്ലാം നൽകിയ റബ്ബിനെയാണ് എനിക്കിഷ്ടം. എന്താണ് ആ റബ്ബിനെ എനിക്കിഷ്ടപ്പെടാനും ഞാൻ ആ സൃഷ്ടാവിനോട് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കാനും അതിനടയാളങ്ങൾ ഉണ്ടാകണം. എന്താണ് എൻ്റെ ഈ അടയാളം? ഇതുവരെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. 5 നേരത്തെ ആരാധനകൾ ക്യാമ്പസുകൾക്ക് മുമ്പിലെ പള്ളികളിൽ പോയി ആരാധനകൾ നിർവഹിച്ച് ഞങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പോലും ളുഹർ നിസ്കരിക്കാതെ പരീക്ഷയ്ക്ക് ഞങ്ങൾ പോയിട്ടില്ല. അല്ലാഹുവേ, സുബഹി നിസ്കരിക്കാതെ നമ്മളൊരു എക്സാമിനേഷന് വേണ്ടി വായിച്ചിട്ടില്ല. നാഥാ, നിന്നോടുള്ള സ്നേഹവും നിന്നോടുള്ള നന്ദിയുമാണത്. തിരക്കുള്ള മറവിയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അത്തരത്തിലുള്ള സന്ദർഭത്തിൽ ഒന്നും തന്നെ നാഥാ നിന്നെ ഞങ്ങൾ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. മാത്രമല്ല, പള്ളികൾ കയറുന്നത് ഹറാമാണെന്ന് വിധിച്ചിട്ട് പോലും കോളേജുകൾക്ക് മുമ്പിലുള്ള ആരാധനാലയത്തിൽ കയറി ആരാധനകൾ നിർവഹിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിനെ മറക്കാത്തവരാണ്. കാരണം എല്ലാം ഓർക്കുമ്പോഴും അത് മറക്കാൻ പാടില്ല. കോളേജ് ക്യാമ്പസുകളിൽ നഗ്നചിത്രങ്ങളുള്ള മൊബൈലുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള താരനിശകൾ ഉണ്ടായിട്ടും റബ്ബേ, ഞങ്ങളങ്ങോട്ട് ഞങ്ങളുടെ കണ്ണുകൾ അയക്കാതിരുന്നത് നാളെ നീ ഞങ്ങളുടെ കണ്ണ് കരിക്കും എന്നതുകൊണ്ടാണ്. നിന്നെ ഞങ്ങൾ ഭയപ്പെടുന്നു, നിന്നെ ഞങ്ങൾ പേടിക്കുന്നു, നിന്നെ ഞങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്നു. കണക്കില്ലാതെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോരുമ്പോൾ പലതരത്തിലുള്ള കാമലീലകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള സംഭാഷണങ്ങളും പല മടിത്തട്ടുകളും
ട്രെയിനുകളിൽ കണ്ടിട്ടുണ്ട് റബ്ബേ. അതുപോലെ പലരും മാടി വിളിച്ചിട്ടും അതിലേക്ക് പോകാതെ ഞാൻ എൻ്റെ സീറ്റിലിരുന്നു കൊണ്ട്, അവൾ അവളുടെ സീറ്റിലിരുന്നു കൊണ്ട്, പടച്ച റബ്ബേ നിന്നെ ഓർത്തിട്ടാണ്, അതല്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്താൽ ഞങ്ങളുടെ മാതാപിതാക്കൾ അറിയില്ല. റബ്ബേ നിന്നെ ഓർത്തിട്ടാണ് ഞങ്ങളുടെ ധാർമ്മികത മുറുകെ പിടിച്ചത്. റബ്ബേ നീ ഞങ്ങളെ തുണക്കണേ, ആമീൻ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വസ്ത്രം ധരിക്കുമ്പോൾ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച് ക്യാമ്പസിലെത്തിയപ്പോൾ മുറിയൻ പാൻ്റ് ഇട്ടവൻ എന്ന് പലരും ആക്ഷേപിച്ചു, ചെറിയ കുറ്റിത്താടി വെച്ചവനെന്ന് ആക്ഷേപിച്ചു. നബി തങ്ങൾ അങ്ങനെ ചെയ്തു എന്നതിൻ്റെ ഇഷ്ടം റബ്ബേ നീ കൂലി തരുമെന്ന് വിചാരിച്ചിട്ടാണ് പാൻറ് ഞാൻ ടൈലർ ഷാപ്പിൽ പോയി മുറിച്ചത്. മടക്കി വെക്കാതെ, എൻ്റെ കാപഢ്യം മടക്കി വെക്കാതെ മുറിച്ചത് റബ്ബേ നീ അന്നേ ദിവസം ഞങ്ങളിലേക്ക് നോക്കുകയില്ല എന്ന് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കൊണ്ടാണ്. മുഖമക്കന ധരിച്ച് മാറിടം മറക്കാൻ നീ പറഞ്ഞിട്ട് പല വിഷമങ്ങളും സഹിച്ച് ക്യാമ്പസുകളിലെ ടീച്ചേഴ്സ് പലരും ആക്ഷേപിച്ച് തീവ്രവാദികളെന്ന് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതിരുന്നത് റബ്ബേ മുടി കരിയരുത് എന്ന് കരുതിയിട്ടാണ്. അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ മറക്കാതിരിക്കുക, നന്ദി കാണിക്കുക. മരിക്കുന്ന അവസാനത്തെ ശ്വാസം MBBSന്റെ അവസാനത്തെ കോഴ്സല്ല, അവസാനത്തെ പരീക്ഷയല്ല, എഞ്ചിനീയറിംഗിന്റെ അവസാനത്തെ പരീക്ഷയല്ല, അവസാനത്തെ സെമസ്റ്റർ അല്ല. ഈ റൂഹ് അള്ളാഹു എൻ്റെ ശരീരത്തിൽ തന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നാണോ പിൻവലിക്കുന്നത്, എൻ്റെ പേര് ജൗഹർ അല്ല, മയ്യത്ത് എന്നാണ്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പേരും പെരുമയും നമ്മളുടെ അഡ്രസ്സും നമ്മളുടെ ശരീരത്തിൽ നിന്ന് റബ്ബ് എൻ്റെയും നിങ്ങളുടെ അനുവാദം കൂടാതെ എടുത്തു കൊണ്ടുപോകുമ്പോൾ അസ്തമിച്ചു പോകുന്ന നമ്മളുടെ ഈ വ്യക്തിത്വമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നാളെ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണം. അള്ളാഹുവിനെ ഓർക്കുക, ഇബാദത്ത് ചെയ്യുക, നന്ദി കാണിക്കുക, വിനയമുള്ളവരായിത്തീരുക, അങ്ങനെ ജീവിക്കുക. എന്നേക്കുമായി അങ്ങനെ ജീവിക്കാൻ ഈ പ്രൊഫ്കോൺ ഈ ഒരുമിച്ച് ചേർന്നത്, ക്യാമ്പസുകളിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ച് 8-10 മണിക്കൂർ യാത്ര ചെയ്ത് നിങ്ങളെ ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനാണെന്ന് അള്ളാഹുവിനറിയാം. റബ്ബ് നിങ്ങളെ കൈവിടുകയില്ല. എല്ലാ പരീക്ഷകളിലും നല്ല മാർക്ക് വാങ്ങി ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈർ. നമ്മളെ നാമാക്കി തീർക്കുന്ന നമ്മുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് വളരെ ലളിതമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ മിനിറ്റുകളിൽ ബഹുമാനായ ജൗഹർ ഐനിക്കോട്. എല്ലാം പടച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവിൻ്റെ മുന്നിൽ നമ്മളൊന്നുമല്ലെന്ന തിരിച്ചറിവിലൂടെ വിനീതരായി, വിനയാന്വിതരായി, നന്മയിലൂടെ ചലിക്കാൻ ഈ പഠന സെഷൻ നമുക്ക് ഉപകാരപ്പെടണം. പന്തലിൻ്റെ വ്യത്യസ്ത പോയിന്റുകളിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ള സൗകര്യം തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പാലിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരായി അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമെങ്കിൽ വലിയ പ്രയാസമില്ലാതെ, ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ക്യാമ്പ് അതിൻ്റെ ഏറ്റവും ഉന്നതമായൊരവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നന്മ നമ്മൾ ചെയ്യുന്നതും നമ്മൾ നന്മയിലൂടെ ചലിക്കുന്നതും ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് നമ്മളെ ഇതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയും കോൺസെൻട്രേഷനും ഒക്കെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ എഴുന്നേറ്റപ്പോൾ എപ്പോഴോ തോന്നിയ ഒരു തലവേദന അത് വന്ന വഴിക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ചില ആൾക്കാർ അതിപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ആ ഒരു തലവേദന ഉണ്ടെങ്കിൽ തലവേദന ഇന്നത്തെ മൂഡ് മുഴുവൻ പോയി, ഒന്നും നടക്കില്ല, തലവേദന. ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ തോന്നിച്ചിട്ട് വെറുതെ ഇങ്ങനെ തോന്നിച്ചു, ഇന്ന് ഡ്രസ്സ് അയൺ ചെയ്ത് ശരിയായിട്ടില്ല, ഒരു ചെറിയ ചുളിവുണ്ട്, ഇങ്ങനെ ചെറിയ കാരണങ്ങൾ തോന്നിച്ച് നമ്മുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കാൻ പിശാച് ശ്രമിക്കാൻ സാധ്യതയുണ്ട്. പിശാചിന് നമ്മൾ വഴി കൊടുക്കാതിരിക്കുക. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശ്രദ്ധയോടെ നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഭാഗമായി തീരുക. ഇഷ്ടപ്പെട്ടിട്ടല്ല പലരും വന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇനി നമ്മൾ ഇവിടെ തന്നെയാണ്. 3 ദിവസവും നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയാണ്. വെറുതെ വെറുപ്പുമായി, വെറുതെ അസംതൃപ്തിയുമായി മനസ്സുമടുത്ത് ഇരിക്കുന്നതിനേക്കാൾ റബ്ബിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി, പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ദാഹവുമായി, ശുദ്ധമായ മനസ്സുമായി കേൾക്കുന്നത് ഓരോന്നും നാളേക്ക് നീട്ടിവെക്കാതെ ഇന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ